താൻ എന്തായി കാണിക്കുന്നേ? ചെടികളെല്ലാം വെട്ടിക്കളയാ? അയ്യോ, ഇത് മുഴുവൻ പോയല്ലോ. കൊച്ചമ്മേ, വിശന്ന എനിക്ക് കണ്ണ് കാണില്ല. എന്തോ ഒരു വിശപ്പ്. തന്റെ ഒരു വിശപ്പ് വെറുതെ അല്ല ആൾക്കാർ തന്നെ തീറ്ററപ്പായി എന്ന് വിളിക്കുന്നത്. മോളെ, നീ ഇന്നലെ വൈകിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് എന്തു പറ്റി? ഫ്രണ്ട്സിന്റെ കൂടെ പർച്ചേസിംഗ് കഴിഞ്ഞ് വന്നപ്പോ ലേറ്റ് ആയി മമ്മി. പിന്നെ ഇന്ന് രാവിലെ പോരാന്ന് വെച്ചു. ഓ, ഇന്നലെ രാത്രി കിടന്നിട്ട് ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല മോളെ. അതെ, ഉച്ചയൂണും കഴിഞ്ഞുള്ള ഉറക്കം കൂടിയിട്ടാ. അതേടി, നിനക്കിപ്പോ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സമയത്ത് മക്കളെ കാണാതാവുമ്പോ അമ്മമാർക്ക് കിടന്നാൽ ഉറക്കം വരില്ല, അറിയോ നിനക്ക്? അയ്യോ, എന്റെ മമ്മിക്ക് ഇത് എന്ത് പറ്റി? ആന മെലിഞ്ഞതുപോലെ മെലിഞ്ഞല്ലോ. മിസ്സസ് സൂപ്രണ്ട് സ്ലിം ബ്യൂട്ടി ആകാനുള്ള ശ്രമമാണോ? മതിയടി കളിയാക്കിയത്. വാ, വേണമെന്നുള്ള ഞാൻ എടുത്തോളാം കുഞ്ഞേ. ഓഹോ, പിന്നെയും പോന്നോ ഇതിനകത്തോട്ട്? എന്താണെന്ന് അറിയില്ല കുഞ്ഞേ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാ പിന്നെ ഇവിടെ തിരിച്ചെത്തുന്നവരെ എനിക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല. ശരിയാ, ഇതിനകത്താവുമ്പോ മേലനങ്ങാതെ 3 നേരം വെട്ടി വിഴുങ്ങാലോ. എന്തിനാ മോളെ ആ പാവത്തിനോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? പാവം, ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കാണാതാവുമ്പോഴേ മമ്മിയും ഡാഡിയും പഠിക്കും. അല്ല, ഈ ക്രിമിനൽസിനെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കണമെന്ന് ഡാഡിക്ക് എന്താ എത്ര നിർബന്ധം? ഡാഡി എന്ത് ചെയ്യാ മമ്മി? അകത്തുണ്ട്, പിഴിച്ചിലും തിരുമ്മലും തകൃതിയായി നടക്കുക. മതിയാക്കാം മാധവൻകുട്ടി, മോള് വന്നെന്ന് തോന്നുന്നു. കഴിഞ്ഞു. നല്ല സുഖം. ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ഇംപ്രൂവ്മെന്റ്. സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ ആയുർവേദത്തിന്റെ അടുത്ത് ഒരു അലോപ്പതി നിൽക്കില്ല. എന്താ ഒരു കുസ്തി പിടിക്കാനുള്ള ആരോഗ്യമുണ്ട് ഇപ്പൊ. എന്താ ഒരു കൈ നോക്കണോ? നമുക്ക് കഴിക്കോ? ഹായ് മോളെ, നീ പോന്നു? ആഹാ, ഹിസ് ഹൈനസ് മത്തായിച്ചൻ ഇതിനകത്തുണ്ടായിരുന്നോ? എടി, അപ്പനെ കയറി പേര് വിളിക്കുന്നു. ഇവളെന്ത് പറഞ്ഞാലും നിങ്ങൾ ഇളിച്ചോണ്ട് നിന്നോ, അതാ പെണ്ണ് കിടന്ന് വിളയുന്നത്. ബോഡി എങ്ങനെയുണ്ട്? മത്തങ്ങ പോലെയുണ്ട്. ആ, മാധവൻ കൂടി കണ്ടിട്ടില്ലല്ലോ. മൈ വൺ ആൻഡ് ഓൺലി ഡോട്ടർ നിമ്മി, സെന്റ് മേരീസിലെ 2nd ഇയർ പ്രീ ഡിഗ്രി. മോളെ, ഇത് മാധവൻകുട്ടി, ആയുർവേദ ഡോക്ടറാ. ഇപ്പൊ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് മാധവൻകുട്ടിയാ. ഒരു ക്രിമിനലിനെ അല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ ഡാഡിയെ ചികിത്സിക്കാനായിട്ട്? താനത് കാര്യമാക്കണ്ട. അവളൊരു കഥയില്ലാത്ത പെണ്ണാ. ആണും പെണ്ണുമായിട്ട് ഒന്നല്ലേ ഉള്ളൂ. നാച്ചുറലി അല്പം ലാളിനെയും കൂടി ഒന്ന് കൂട്ടിക്കോ. ക്രിമിനൽസ്. മോള് പറഞ്ഞ ശരിയല്ലേ സാർ? എല്ലാരെയും ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന നിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അത് തീരെ ശരിയല്ല. പാവം, ആൾക്ക് ഫീൽ ചെയ്തിട്ടാ പോയത്. ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന എല്ലാവരും കുറ്റവാളികളാണെന്നാണോ നിന്റെ വിചാരം? പാവം മാധവൻകുട്ടി, അയാൾ പറഞ്ഞതെല്ലാം സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് മനസ്സിലാവും, ഒരുപാട് കുറ്റവാളികളെ കണ്ടവനാ ഞാൻ. ഇന്നത്തെ ഫുഡ് വളരെ മോശ, ക്വാണ്ടിറ്റിയും വളരെ കുറവ്. ജയിൽ ഫെസിലിറ്റീസ് ഒക്കെ വളരെ പുവറാ. ഇങ്ങനെ പോയാൽ ഞങ്ങൾ ഹോം മിനിസ്റ്റർക്ക് കംപ്ലൈന്റ് ചെയ്യും. എന്നാ വേഗം പോയി കംപ്ലൈന്റ് കൊടുക്ക്. ജയിലിൽ ഒരേ എസിയും, കഴിക്കാൻ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും, പിന്നെ കിടക്കാൻ നേരത്ത് 3 പെഗ് വിസ്കിയും, പെണ്ണ് കേട്ടാതവർക്ക് ഒരേ പെണ്ണും. എന്താ പോരെ? സർക്കാരിന് അധിക ചെലവുണ്ടാവുന്ന സുഖ സൗകര്യങ്ങൾക്കൊന്നും ഞങ്ങൾ കൂട്ടു നിൽക്കില്ല. ഞങ്ങൾക്ക് വയറ് നിറച്ച് നല്ല ബെസ്റ്റ് ഫുഡ് കിട്ടണം. പിന്നെ വേണമെങ്കിൽ ഐസ്ക്രീം കൂടി ആവാം. ഒന്നും ചോന്നരാ. ഒരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് വാടാ. പിന്നെ ഇത് മുഴുവനുണ്ടല്ലോ. അവന്റെ ഒരു കംപ്ലൈന്റ്. എനിക്ക് എന്റെ മോൻ മമ്മാലി ഒന്ന് കാണണം. അകത്ത് ചോദിച്ചാ മതി.
എന്താ വിയാത്തുമ്മേ പിന്നെ വന്നോ? അവന് നിങ്ങളെ കാണാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും വരണേ? ഞാൻ പെറ്റുപോയില്ലേ, എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അത്ര പെട്ടെന്നൊന്നും മാനസാന്തരം വരുന്ന സൈസ് അല്ലവൻ. ഇനി ഓൻ കാണണ്ട, ഓന്റെ മോളാണിത്. ഈനൊന്ന് വന്ന് കണ്ടൂടെ ഓന്? ഓന്റെ ചോരയല്ലേ. ആ തോന്നൽ അവനും കൂടി വേണ്ടേ? സാറേ, ഓന്റെ ചക്കര മോൾ ഓന് കൊടുക്കാൻ ഓറഞ്ചും പഴം കൊണ്ടുവന്നിരിക്കുന്നെന്ന് പറയൂ സാറേ. സാറ് പറഞ്ഞ ഓൻ കേക്കും. ഒന്ന് പറ സാറേ. പാപ്പയുടെ ജോലി തീരുന്നില്ലേ മൂത്തമ്മ? പാപ്പയോട് വേഗം വരാൻ പറ, കാണാൻ കൊതിയാവണ്. ഓനിവിടെ ജോലിക്ക് വന്നതാന്ന് അവളോട് പറഞ്ഞിരിക്കണേ. ഓൻ ഞങ്ങളോട് മിണ്ടിയും പറയുകയും ഒന്നും വേണ്ട. ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ പോയിക്കോളാം. സാറേ, മമ്മാലി, നിന്നെ കാണാൻ നിന്റെ ഉമ്മയും മോളും വന്നേക്കണോ? എനിക്ക് കാണണ്ട. മമ്മാലി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എത്രയായാലും നിന്റെ ഉമ്മയും മോളും അല്ലേ? അത്ര കഷ്ടപ്പെട്ടിട്ടാടോ അവര് വന്നേക്കണേ. ഒന്ന് കാണുന്നതിൽ എന്താണോ തെറ്റ്? എനിക്ക് ആരെയും കാണണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തിനാ എന്നെ കാണാൻ അനുവദിക്കുന്നത്? വേണ്ട, ഞാൻ വരില്ല. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടക്കുകയാണല്ലോ എന്ന് കരുതി ഒരു ഇച്ചിരി ദയ കാണിക്കാന്ന് വെച്ചാൽ അപ്പ അവൻ തലയിൽ കയറും. കഴിവേറുടെ മോൻ. ആ ഉമ്മയും മോളും എത്ര തവണയായെന്നറിയോ വരണേ? അവറ്റിങ്ങളൊന്ന് നോക്കുക, ഒരു വാക്ക് മിണ്ടുക. അവൻ ആ പരിപാടിയില്ല. കുരിശ് കണ്ട ചെകുത്താനെ പോലെ അവൻ. അതേ, കുഴൽമന്ദം ചന്തേന്ന് എന്നാലി കച്ചവടം കഴിഞ്ഞ് വരികയായിരുന്നു അവൻ. ലേശം വീശിയിട്ടുണ്ടായിരുന്നു. മേലും കീഴും നോക്കാൻ പോയില്ല. ഒരൊറ്റ വെട്ട രണ്ടിനെയും. തല വേറെ, ഉടല് വേറെ. കെട്ടിയ പെണ്ണ് അന്യനൊരുത്തിന്റെ കൂടെ പിറന്ന പടി കിടക്കണം കണ്ടാൽ ആരാ സഹിക്കുക? വെട്ടി. അതിപ്പോ ഞാനായാലും വെട്ടും, ഡോക്ടറായാലും വെട്ടും, അല്ലേ? ഇനിയിപ്പോ മമ്മാലിയുടെ കാര്യത്തില് റോക്കറ്റ് വിടുമ്പോ എണ്ണണത് പോലെ 10, 9, 8, 7 എന്ന് എണ്ണി തുടങ്ങാം. ദയാഹർജി തള്ളിയില്ലേ? ഇനി തൂക്കിക്കൊല്ലാനായി തീയതി നിശ്ചയിച്ചുകൊണ്ടുള്ള ബ്ലാക്ക് വാറണ്ട് വരേണ്ട താമസമേ ഉള്ളൂ. ബ്ലാക്ക് വാറണ്ട് എന്ന് വെച്ച് ഡോക്ടറുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ. അയച്ച ദയാഹർജി ഡൽഹിയിലൊക്കെ പോയി ഒന്ന് ചുറ്റിക്കറങ്ങി അനുകൂലമായിട്ട് ഇനി വരും. ഡോക്ടർ ധൈര്യമായിട്ടിരിക്കേ. എന്തായി സാറേ, ഓൻ വരുമോ? ഇല്ല, കരിങ്കല്ലിലേക്കാ കട്ടി അവന്റെ മനസ്സിൽ. സമയം കളയാതെ പോകാൻ നോക്ക്. ഒരുപാട് ദൂരം പോകേണ്ടതല്ലേ. ചെല്ല്. ബാപ്പ ജോലി തരത്തില്ല, നമുക്ക് പിന്നെ വന്ന് കാണാം. ബാ. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് എന്റെ പാപ്പേനെ കാണണം. വാശി പിടിക്കരുത്. ഇന്നില്ലെങ്കിൽ നാളെ അവന്റെ മനസ്സ് മാറും. അപ്പൊ നമുക്ക് ബാപ്പേനെ വന്ന് കാണാം. ബാ. സോറി, ഐ എം റിയലി സോറി. ഡാഡി വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോഴാ ഞാൻ പറഞ്ഞത് തെറ്റായി പോയല്ലോ എന്ന് എനിക്ക് തോന്നിയത്. ഡോക്ടറെ വേദനിപ്പിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഓ സാരമില്ല, ഞാനതൊക്കെ അപ്പോഴേ മറന്നു. ശരി, ഞാൻ വരട്ടെ. ആ, സുഖമുള്ള സാറേ, ഒന്നിങ്ങ് വന്നേ. എന്താടാ? ഒരു വിഷമം പറയാനുണ്ട്. എന്ത് വിഷമം? സൂപ്രണ്ട് സാറിന്റെ വീട്ടിലെ പണിക്ക് ഡോക്ടറെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. അയ്യോ, അങ്ങനൊന്നുമില്ല. ഞാനും ശരിക്കും ശിക്ഷ കിട്ടിയിട്ടാണ് ഈ ജയിലിലേക്ക് വന്നത്. എടാ നീയേ, നിനക്ക് വിശന്നാലുണ്ടല്ലോ സാറിനെ സാറിന്റെ കുടുംബത്തെ പിടിച്ച് ഒന്നിച്ച് വിഴുങ്ങും. അതുകൊണ്ടാ കൊണ്ടുപോകാത്ത. ഏയ്, എന്നെ പറ്റി അങ്ങനത്തെ ചീത്ത ചിന്താഗതിയൊന്നും സൂപ്രണ്ട് സാറിന് ഉണ്ടാവില്ല. ഒരു പക്ഷേ അങ്ങനത്തെ മോള് വല്ല പരദൂഷണം പറഞ്ഞിട്ടുണ്ടാവും. അതങ്ങനത്തെ മനുഷ്യ പറ്റില്ലാത്ത ഒരു ജന്തുവാ. നിന്നെയൊക്കെ എങ്ങനെയാടാ വിശ്വസിച്ച് വീട്ടിൽ കയറ്റുന്നത്? എന്റെ പോക്കറ്റ് വരെ അടിച്ചവനല്ലടാ നീ. ഒരിക്കലും വിശ്വസിക്കുന്നവനെ ചതിക്കുന്നവനല്ല ഈ റപ്പായി. അങ്ങനെ ഒരുത്തനായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിവിടെ ഒരു സ്ഥിരതാമസക്കാരനാകുമായിരുന്നില്ല.